السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. أما بعد. മങ്കൂസ് മൗലിദിൻ്റെ അടുത്ത വരി, الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. الشفاعة هب لنا, ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണമേ. ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, ഞങ്ങളോട് വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ത്യനാളിൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണമേ. വാഹ്ലനാ, ഞങ്ങൾക്ക് എന്തൊരു കഷ്ടമായിരിക്കും. ഇൻ ളാഅ, ആ ഷഫാഅത്തെങ്ങാനും നഷ്ടപ്പെട്ടാൽ. യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരിൽ അത്യുത്തമരായ എൻ്റെ നേതാവേ. അപ്പോൾ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ, ഞങ്ങളോട് വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് അന്ത്യനാളിൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണം. ആ ഷഫാഅത്ത് എങ്ങാനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും. ഈ വരി പ്രാർത്ഥന ആയതുകൊണ്ട് കൈ ഉയർത്തിപ്പിടിക്കുന്നത് നല്ലതാണ് എന്ന് ചില ആളുകളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെ ഹബ്ലന എന്ന് പറഞ്ഞാൽ ഓശാരമായി നൽകണേ എന്നാണ്. അതായത് ഷഫാഅത്ത് ലഭിക്കാൻ മാത്രം നമ്മളൊന്നും ചെയ്തു വച്ചിട്ടില്ല. നമ്മെ രക്ഷപ്പെടുത്താൻ, നമുക്ക് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി താല്പര്യത്തോടെ നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബത്തുൻ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു വ ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീസാണ്. അല്ലാഹു ഓരോ പ്രവാചകനും ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ശത്രുക്കളുടെ മുന്നിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥനകൾക്കുള്ള അവസരം ഈ ദുനിയാവിൽ വെച്ചു തന്നെ ഉപയോഗിച്ച് തീർത്തു. എന്നാൽ നബി തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്തിന് നാളെ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പ്രാർത്ഥനയെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്നും എത്രയോ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടും അവിടുന്ന് ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടില്ല. തൻ്റെ കുടുംബത്തിനോ കൂട്ടുകാർക്കോ വേണ്ടിയൊന്നും ഉപയോഗിക്കാതെ കാരുണ്യവാനായ സ്നേഹനിധിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി അത് കരുതി വച്ചിട്ടുണ്ട്. ആ കരുതി വെച്ച ഷഫാഅത്താണ് ഈ വരിയിൽ നാം ആവശ്യപ്പെടുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സൂര്യൻ ഒരു ചാൺ മുകളിൽ നിൽക്കുമ്പോൾ എല്ലാ ജനങ്ങളും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബിയുടെയും ആദം നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ അരികിലേക്ക് പോകും. ഇന്ന് എൻ്റെ റബ്ബ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദേഷ്യത്തിലാണ്. ഈ സമയത്ത് റബ്ബിനോട് ശഫാഅത്ത് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് എല്ലാ നബിമാരും പറയും. അവസാനം ജനങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അർശിന്റെ തായ്വാരത്ത് സുജൂദിലായി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോടായി പറയുകയാണ്, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫഅ. മുഹമ്മദ് നബിയെ, തങ്ങളുടെ തല ഉയർത്തു, എന്ത് വേണമെങ്കിലും നൽകാം, ശുപാർശ ചെയ്തോളൂ, ശുപാർശ സ്വീകരിക്കാം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യുകയും ജനങ്ങളെല്ലാം അത് മുഖേന, ആ ശഫാഅത്ത് മുഖേന രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം.
الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي അള്ളാഹുവിൻ്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. കുല്ല വഖ്തിൻ എല്ലാ സമയത്തും ദായിമൻ നിരന്തരമായി ലാഹ നജ്മുൻ ഫിസ്സമാ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാലത്തോളം യാ സയ്യിദി ഖൈറൻ നബി പ്രവാചകന്മാരിൽ അത്യുത്തമരായ എൻ്റെ നേതാവേ. അപ്പൊ പ്രവാചകന്മാരിൽ ഉത്തമരായ എൻ്റെ നേതാവായ നബിയെ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന കാലത്തോളം എല്ലാ സമയത്തും നിരന്തരമായി അള്ളാഹുവിൻ്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. ഇതാണ് ഈ വരിയുടെ അർത്ഥം. അന്ത്യനാൾ വരെ നിരന്തരമായി എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയാണ്. ഈ വരിയിൽ പകരം വെക്കാനില്ലാത്ത സ്നേഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ നാം സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും നമ്മെ വെറുതെയാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയും അവിടുത്തെ മഹബ്ബത്ത് കരഗതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.